ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. നേർച്ച നേരാമോ? ഇനി നേർന്നാൽ നിറവേറ്റാതിരുന്നാൽ എന്താ കുഴപ്പം? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് വിശുദ്ധ ദൈവവചനങ്ങളുടെ വെളിച്ചത്തിൽ ഏറ്റവും ചുരുങ്ങിയ പെട്ടെന്ന് ഓടി ചില കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ പല തെറ്റുകൾ തിരുത്താനും നേർച്ചകൾ നിറവേറ്റാനും ഇനി നേരുമ്പോൾ അത് സൂക്ഷിക്കാനും ശ്രദ്ധിച്ച് ചെയ്യാനൊക്കെ ഇടയാകും. നേർച്ച നേരുമ്പോൾ പരമാവധി എവിടെയെങ്കിലും ഡയറിയിലോ എളുപ്പം കാണുന്ന രീതിയിൽ ഓർക്കുന്ന രീതിയിലൊക്കെ എഴുതി ഒക്കെ വെച്ചിട്ട് എത്രയും പെട്ടെന്ന് തീർക്കുക. കാലഹരണപ്പെട്ട് കഴിഞ്ഞോ മറന്നു കഴിഞ്ഞിട്ട് ബ്രദറെ അച്ഛ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക, വല്ലതും ഉണ്ടാകുന്ന അറിയില്ല, ഇങ്ങനെ ഒരെണ്ണം ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും വർഷമായില്ല. അങ്ങനെയില്ല, നേർച്ച നേർന്നാൽ അത് നിറവേറ്റണം. മരിക്കാതെ ഇങ്ങനെ കിടന്ന് വലിഞ്ഞു കിടക്കുന്ന കേസുകൾ വരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നേർച്ചക്കടം ഒരു കെട്ടാണ്. പക്ഷേ നമുക്കൊന്നും വേണ്ടാത്തതോ പറ്റാത്തതോ അല്ല കൊണ്ടുപോയി വല്ല പള്ളിയിലും കൊടുക്കുമെന്ന് പറയുന്ന പോലെ നേർച്ചയിൽ നിറവേറ്റേണ്ടത്. നിയമാവർത്തനം 23:18 പറയുന്നുണ്ട്, വേശ്യയുടെ വേതനമോ നായയുടെ കൂലിയോ നിന്റെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിലേക്ക് നേർച്ചയായി കൊണ്ടുവരരുത്, ഇവ രണ്ടും അവിടത്തേക്ക് നിന്ദ്യമാണ്. എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ടാത്ത അല്ലെങ്കിൽ ഒന്നിനും കൊള്ളരുതാത്ത ഏറ്റവും കുറഞ്ഞ അല്ലെങ്കിൽ തട്ടിച്ചും വഞ്ചിച്ചും ഉണ്ടാക്കി, അതെല്ലാം അതിൽ വരും. തട്ടിച്ചും വഞ്ചിച്ചും ഉണ്ടാക്കി പിടിച്ചു പറിച്ചിട്ട് കട്ടിട്ട് അതിൻ്റെ ഒരംശം ദൈവത്തിന് ആ പള്ളിക്കാ കൊടുത്താൽ മതി. അതൊന്നും പോരാ. പ്രൈസ്തലോ. കള്ളത്തരത്തിൽ കൂടി ഉണ്ടാക്കി ഒരു വഴിയും ദൈവത്തിന് വേണ്ട. നിയമാവർത്തനം 23:18 വേശ്യയുടെ വേതനമോ നായയുടെ കൂലിയോ നിന്റെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിലേക്ക് നേർച്ചയായി കൊണ്ടുവരരുത്, ഇവ രണ്ടും അവിടത്തേക്ക് നിന്ദ്യമാണ്. നേരെ വാ, നേരെ പോ. ഇനി ചിലർ ദൈവത്തോട് മാത്രമല്ല മനുഷ്യരോട് വാക്കും ഇതൊക്കെ വാഗ്ദാനം ചെയ്യും. പ്രഭാഷകൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ 1-2 വാക്യം, മകനെ പാവപ്പെട്ടവൻ്റെ ഉപജീവനം തടയരുത് എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് കൊടുക്കണം. കൂലി ആയാലും വേലക്കാശായാലും പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള വാഗ്ദാനമായാലും പാലിച്ചു കൊടുക്കണം. ആവശ്യക്കാരെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്, വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത്, ഇല്ലാത്തവനെ ശോഭിപ്പിക്കരുത്. ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. കാര്യം നടക്കോളം ഇങ്ങനെ പറയും, പാലം നടക്കോളം നാരായണ, പാലം കടക്കോളം പാലം കടന്നു കഴിയുമ്പോൾ കൂരായണ അതുപോരാ. ആ പണിക്ക് നിൽക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പോൾ ദൈവത്തോടായാലും മനുഷ്യരോടായാലും വാക്ക് നിറവേറ്റണം. സങ്കീർത്തനം 76:11 നിങ്ങളുടെ ദൈവമായ കർത്താവിന് നേർച്ചകൾ നേരുകയും അവ നിറവേറ്റുകയും ചെയ്യണം. നേരണം നല്ല കാര്യം തന്നെയാണ്, പക്ഷെ അവ നിറവേറ്റണം. ചുറ്റുമുള്ളവർ ഭീതിതനായ അവിടത്തേക്ക് കാഴ്ചകൾ കൊണ്ടുവരട്ടെ. കാഴ്ചയും നേർച്ചയെല്ലാം അർപ്പിക്കുക. ദേവാലയത്തിനും ദേവാലയ ശുശ്രൂഷകൾക്കും പുരോഹിതർക്കും ദൈവ ശുശ്രൂഷകൾ ചെയ്യുന്നവർക്കും എല്ലാമുള്ള കാഴ്ചയായാലും നേർച്ചയായാലും ദൈവം തരുന്ന അനുഗ്രഹങ്ങളിൽ പങ്കുവെക്കുന്നതും നേർച്ചകൾ നിറവേറ്റുന്നതും നല്ലത് തന്നെയാണ്. എന്നാൽ വേറെ ചിലരുണ്ട്, ഇതൊക്കെ ചെയ്യും പക്ഷെ ഒന്നും നിറവേറ്റത്തില്ല, പിന്നെ ഭയങ്കര ഓർമ്മപ്പശകാണ്. ഇങ്ങനെ പറയും, ആദ്യത്തെ മീൻ കിട്ടിയ ദൈവത്തിനെന്ന് പറഞ്ഞ് ആദ്യത്തെ മീനെ കിട്ടിയപ്പോഴത്തേക്കും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എനിക്ക് കിട്ടിയ അടുത്തത് കിട്ടുമ്പോൾ ദൈവത്തിന് കൊടുക്കുക, ഇതെനിക്കെന്ന് പറഞ്ഞ് അവസാനം രണ്ടാമത്തെ മീൻ കിട്ടി, അത് അതിനേക്കാൾ വലുതാണ്. അപ്പോൾ വീണ്ടും ഓരോ തടസ്സങ്ങൾ പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ 2 മീനും ചാടിപ്പോയി. അപ്പോൾ പറഞ്ഞ് ദൈവത്തിനുള്ളത് ദൈവം എടുത്തെന്ന് പറയും. സുഭാഷിത 20:25 പറയുന്നുണ്ട്, ഇത് വിശുദ്ധമാണ് എന്ന് പറഞ്ഞ് തിടുക്കത്തിൽ വഴിപാട് നേരുകയും പിന്നീട് മാത്രം അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നത് ഒരു കെണിയാണ്. നേർച്ചയിൽ കൂടെ കെണി ഇരിപ്പുണ്ടോ? ഉണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ട് ചോദിച്ചതല്ല, നമ്മൾ നല്ലോണം ആലോചിച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണ് നേർച്ച നിറവേറ്റുക. വാക്കുകൾ കൊടുക്കുക, മനുഷ്യർക്കായാലും ദൈവത്തിനായാലും. ഇങ്ങനെ പറയും, വാക്ക് മാറിയാലും വാപ്പ മാറരുതെന്ന് പണ്ടേ ഒരു ചൊല്ലുണ്ട്. അപ്പം ദൈവത്തിന് നേരുന്ന നേർച്ചയായാലും മനുഷ്യരോട് ചെയ്യുന്ന വാക്കായാലും ശപഥമായാലും അത് നിറവേറ്റണം. കാരണം അത് വാക്ക് മാറിയാൽ വാപ്പ മാറുന്നത് പോലെ തന്നെയാണ്. വാപ്പ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ അച്ഛൻ, അപ്പൻ ഒക്കെ പറയുന്ന അങ്ങനെ ചൊല്ലുള്ളത് കൊണ്ട് അത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത് വിശുദ്ധമാണെന്ന് പറഞ്ഞ് തിടുക്കത്തിൽ കാര്യം നടക്കാൻ വേണ്ടി എന്ത് നേർച്ചയും നേരും, ഏതും ചെയ്യും. അത് എങ്ങനെയെങ്കിലും നടത്തിയിട്ട് കാര്യമെന്ന് പറയും. എന്നിട്ട് പിന്നെ ചിന്തിക്കണേ, ഇത്രയും കൊടുക്കേണ്ട കാര്യമുണ്ടോ, ദൈവത്തിന് എന്തിനാ ഇതൊക്കെ എന്ന് പറയുന്ന പിന്നീട് മാത്രം അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നത് ഒരു കെണിയാണ്. പ്രൈസല്ലോ. കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുത്തേ പറ്റൂ.
ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇനി സഭാപ്രസംഗം 5:4-5. ദൈവത്തിന് നേർച്ച നേർന്നാൽ നിറവേറ്റാൻ താമസിക്കരുത്. ഒട്ടും താമസിക്കാൻ പാടില്ലാത്ത കാര്യം. മനുഷ്യരോടുള്ള കാര്യമാണെങ്കിൽ പറയാനില്ല. അപ്പോൾ ദൈവത്തോടുള്ളതാണെങ്കിൽ അതിനേലും ഫാസ്റ്റ് ആയിരിക്കണം. പലരും സൗകര്യപൂർവ്വം ദൈവത്തിൻ്റെ കാര്യമല്ലേ, പള്ളിയുടെ കാര്യമല്ലേ, പറമ്പച്ചോടം നടന്നു കഴിഞ്ഞാൽ 2 ചാക്ക് അരി മേടിച്ചു കൊടുക്കാമെന്ന് കയറുന്നു. അപ്പോൾ പറമ്പച്ചോടം നടന്നു കഴിഞ്ഞാൽ പറഞ്ഞ് ദൈവത്തിന് എന്താ അരി, അങ്ങനെ പേടിച്ചിട്ട് 1 ചാക്ക് അരി കൊടുത്തു. പക്ഷേ ഇപ്പോൾ ഊതിപ്പറത്തിയ പോലെ എല്ലാം പോയി വീണ്ടും കെണിയിലായി കിടക്കുമ്പോഴത്തേക്കും വല്ലതും ഉണ്ടാ കൊച്ചെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക് എന്നും പറഞ്ഞ് ഇങ്ങനെ വന്നേക്കണേ. അതാ അവർക്ക് തന്നെ അറിയാം. അപ്പോൾ ബ്രോക്കർമാർക്ക് കാശ് കൊടുക്കുമല്ലോ, കൊടുക്കും. അല്ലെങ്കിൽ അവർ കുത്തിപ്പിടിക്കും. പിന്നെ സർക്കാരിന് കൊടുക്കേണ്ട ടാക്സ് കൊടുക്കുമല്ലോ, കൊടുക്കും. ഇനി കൊടുക്കാതിരുന്നാൽ വെട്ടിപ്പ് പിടിച്ചാൽ അതിൻ്റെ 10 മടങ്ങ് കൊടുക്കേണ്ടി വരും. പിന്നെന്താ ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കണം, മാതാപിതാക്കൾക്ക് വേണ്ടത് മാതാപിതാക്കൾക്ക് കൊടുക്കണം, സഹോദരങ്ങൾക്ക് കൊടുക്കേണ്ടത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ ആബേലിൻ്റെ രക്തം ദൈവത്തെ വിളിച്ച് കരഞ്ഞ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്. ഇതാ ആബേലിൻ്റെ രക്തം പോലെ ഇന്നുകൊണ്ട് ഈ വക നിലവിളി എതിർ സാക്ഷ്യമായിട്ട് തീരും നമുക്ക്. അതുകൊണ്ട് അർഹതപ്പെടാത്ത എന്തെങ്കിലും നമ്മുടെ കുടുംബത്തിലോ വീട്ടിലോ തലമുറയിലോ കിടപ്പുണ്ടോ, ഉള്ളതുപോലും അനുഭവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കെട്ടുകളായിരിക്കും. സഭാപ്രസംഗം 5:4-5, 5-ാം അധ്യായം 4-5. ഈ പറഞ്ഞതിൽ ഏറ്റവും ഓർക്കേണ്ട ഒരു വചനമാണ്. ദൈവത്തിന് നേർച്ച നേർന്നാൽ നിറവേറ്റാൻ താമസിക്കരുത്, ഒട്ടും താമസിക്കരുത്. ഇല്ലെങ്കിൽ പണിക്ക് നിൽക്കണ്ട, കൈയോടെ തന്നെ ചെയ്യണം. സൗകര്യം വരുമ്പോഴാ, കാലം കഴിഞ്ഞിട്ടാ ഒന്നുമല്ല. മൂഢരിൽ അവിടത്തേക്ക് പ്രീതിയില്ല, നേരുന്നത് നിറവേറ്റുക. നേർന്നിട്ട് നിറവേറ്റാത്തതിനേക്കാൾ ഭേദം നേരാതിരിക്കുന്നതാണ്. അതിലും ഭേദം അങ്ങനത്തെ ഒരു കാര്യം ഇല്ലാതിരിക്കുന്നതാണ്. എന്നിട്ട് തുടർന്നുള്ള വാക്കുകൾ പറഞ്ഞു, ദൂതനോട് കണക്ക് കൊടുക്കേണ്ടി വരും, നിൻ്റെ അധ്വാന ഫലം നശിപ്പിച്ച് കളയും. ദൈവം ആരെയും തട്ടിപ്പറിക്കുന്നില്ല, തട്ടിത്തോകുന്നില്ല. ദൈവം സ്നേഹം തന്നെയാണ്. പക്ഷെ ചില പൈശാചിക പീഡകൾ, പിശാചിന് കയറാൻ നമ്മൾ വാതിൽ തുറന്നിട്ടിരിക്കുന്ന അവസ്ഥയാണ്. നേർച്ചകൾ നേർന്നിട്ട് നിറവേറ്റാതെ വെച്ചിരിക്കുന്ന അവസ്ഥ നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ദൂതനോട് കണക്ക് കൊടുക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോനാ പ്രവചനത്തിൽ 2-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, യോനാ പ്രവാചകൻ മത്സ്യത്തിൻ്റെ കിടന്ന് രക്ഷപ്പെടാൻ അവിടെ നിന്ന് കർത്താവിൻ്റെ നേർച്ചകൾ നേരുക. എന്നാൽ ഞാൻ കൃതജ്ഞതാസ്തോത്രങ്ങളോ ആലപിച്ച് അങ്ങേക്ക് ബലി അർപ്പിക്കും. എന്തെല്ലാം പ്രാർത്ഥന രക്ഷപ്പെടാനാവാത്ത തകർച്ചയിൽപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും, കർത്താവിൽ നിന്നാണ് രക്ഷ. ഇത് അനുസരണക്കേടിൻ്റെ വഴിയെ പോയ യോനാ പ്രവാചകൻ. എന്നാൽ ദൈവത്തിന് നേർച്ച നേർന്ന് അത് നിറവേറ്റുമെന്ന് യോന 2:9 വചനം പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും സങ്കീർത്തനം 66:13-14 വാക്യത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒത്തിരി കേസുകളൊക്കെ പ്രാർത്ഥിക്കാനും കൗൺസിലിങ്ങിനും ധ്യാനം കൂടാനൊക്കെ ആയിട്ട് വരാറുണ്ട്. അവർക്കറിയാം, ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക്, അല്ലെങ്കിൽ ഇത്രയും കൊടുത്താൽ മതിയാ, അത്രയും കൊടുത്താൽ മതിയാ എന്ന് പറയും. അപ്പം നമ്മളതിൽ വല്ലതും പറഞ്ഞാൽ നമ്മളത് ഏറ്റെടുക്കുന്നതിന് തുല്യമാണ്. ആ കാര്യങ്ങൾ അവർക്ക് നടന്നു കിട്ടി. അത് കല്യാണം നടന്നാൽ ഇങ്ങനെ ചെയ്യുമെന്ന് നേർന്നിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റിയേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ഇപ്പം അത് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഓർക്കണേ, ഈ കല്യാണം തന്നെ കിട്ടിയാൽ, ഈ പെണ്ണിനെ തന്നെ കിട്ടിയാൽ താലിമാല മാതാവിന് കൊടുക്കുമെന്നും പറഞ്ഞ് നേർന്നു. അവസാനം നല്ല കാലവും നല്ല പ്രതാപമൊക്കെ ഉണ്ടായ സമയത്തെല്ലാം ബോധപൂർവം മറന്നു കളഞ്ഞ്. വർഷങ്ങൾ കഴിഞ്ഞ് ക്യാൻസർ, ഹാർട്ടിൻ്റെ കംപ്ലൈൻറ്റ്, കിഡ്നി കംപ്ലൈൻറ്റ്, ഒരു ചികിത്സയും ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള രോഗങ്ങളായിട്ട് കിടന്ന് കറങ്ങി അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. അന്ന് ഗതിയുമില്ല. അപ്പോൾ നേർച്ച നിറവേറ്റില്ല. നല്ല വഴിയും പ്രതാപവും സാമ്പത്തികവും വലിയ ലെവലിൽ ദൈവം തന്ന സമയത്ത് അന്ന് കല്യാണം നടക്കാൻ ഒരു സാധ്യതയില്ല. അപ്പോൾ ഈ പെണ്ണിനെ തന്നെ കിട്ടിയ ഈ കല്യാണം നടന്നാലെന്നും പറഞ്ഞ് നേർന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ അവസാനം നരകയാതന അനുഭവിക്കുമ്പോൾ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അയ്യോ നേർച്ച ഉണ്ടല്ല. അതിനിടയ്ക്ക് പലപ്പോഴും വഴികളോ അവസരങ്ങളോ ഉണ്ടായിട്ടൊന്നും നേർച്ച നിറവേ. ദൈവത്തിന് നമ്മുടെ കാശും പണമൊന്നും വേണ്ട. പക്ഷേ ഇതാണ് നേർന്നാൽ അത് നിറവേറ്റണം. അതാണ് വാക്ക്. അപ്പോൾ സങ്കീർത്തനം 66:13-14 ദഹനബലിയുമായി ഞാൻ അങ്ങയുടെ ആലയത്തിൽ വരും. വചനം പറയുന്നത് സങ്കീർത്തനം 66:13-14. ഈ സഭാപ്രസംഗം 5:4-5 സങ്കീർത്തനം 66:13-14 മറന്നു പോരുത്. ഇതുപോലെ വിഷമിക്കുന്ന അറിവില്ലാത്തവരുണ്ട്, അറിഞ്ഞിട്ട് ബോധപൂർവം കണ്ണടച്ച് നടക്കുന്ന അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. അനേകരുടെ കെട്ടുകൾ അഴിക്കാൻ നിങ്ങൾ അവരെ സഹായിക്കുകയാണ്. പ്രാർത്ഥനാ ഗ്രൂപ്പിനായാലും പള്ളിക്കായാലും ധ്യാനത്തിനായാലും ജോലി കിട്ടിയ ആദ്യത്തെ
ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ ആദ്യത്തെ ശമ്പളം എങ്ങനെ കൊടുക്കും, എനിക്ക് ആദ്യമായിട്ടൊരു ജോലി കിട്ടിയതല്ലേ എന്ന് പറഞ്ഞ്. പക്ഷേ അവസാനം അത് മൊത്തം കൊള്ളയടിച്ച് എന്താണ്ട് ചില്ലറക്കാശ് മാത്രം ഇട്ടാ കിലുങ്ങണം. പള്ളിക്ക് കൊടുത്തത് അതാണ്, ശുശ്രൂഷക്ക് കൊടുത്തത് അതാണ്. അതുപോലെ ശുശ്രൂഷകരെ സഹായിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. ധൈര്യമായിട്ട് പോയിക്കോ, ഞങ്ങളുണ്ട്, ഞങ്ങൾ നോക്കിക്കോളാം, ചെയ്തോളാം, സപ്പോർട്ട് ചെയ്യാം, വാക്ക് കൊടുക്കും. പറ്റാത്ത പണിക്ക് നിൽക്കണ എന്തിനാ? ഒരു വികാരത്തിൻ്റെ പുറത്ത് എടുക്കേണ്ട തീരുമാനമല്ല നേർച്ചകൾ നേരുക എന്ന് പറഞ്ഞാൽ. മോക്കടെ കല്യാണം കഴിഞ്ഞാൽ 2 ചാക്ക് അരി അനാഥ മന്ദിരത്തിന് കൊടുക്കുമെന്ന് പറഞ്ഞു. അവസാനം മോള് ഡിവേഴ്സ് ആകാറായപ്പോഴാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ കാര്യം ചോദിച്ചപ്പോഴാണ് ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. അപ്പോഴാണ് നിസ്സാര കാര്യങ്ങളിൽ ആരംഭിച്ച് വലിയ കൂട്ടടി 2 വീട്ടുകാരും തമ്മിൽ ഉണ്ടായി. അപ്പം നേർച്ചകളൊക്കെ നേർന്നു കഴിഞ്ഞാൽ അത് ഗൗരവമുള്ള കാര്യമാണ്, പിശാചിന് കയറി വരാനുള്ള വഴികളാണ്. ദഹനബലിയുമായി ഞാൻ അങ്ങയുടെ ആലയത്തിൽ വരും, അങ്ങയോടുള്ള എൻ്റെ നേർച്ചകൾ ഞാൻ നിറവേറ്റും. കഷ്ടതയിലായിരുന്നപ്പോൾ എൻ്റെ നാവ് കൊണ്ട് നേർന്നതാണ് അവ. നാവിന് മൂർച്ചയുണ്ട്, നാവ് തീയാണെന്ന് പറയുന്നത് അതാണ്. യാക്കോബ് 3:2-3 പറയുന്നുണ്ട്. നാവിൻ്റെ കാര്യം അറിയണമെങ്കിൽ അതും കൂടെ വായിച്ചു നോക്ക്. അതുകൊണ്ട് നാവ് കൊണ്ട് തന്നെ ദൈവത്തെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ആ നാവ് കൊണ്ട് തന്നെ ദൈവത്തെ കൊള്ളയടിക്കാൻ അത് ശരിയാവുമോ? ശരിയാകത്തില്ല. ഞാൻ ഓർക്കണേണ്, അടുത്തൊരു സ്ഥലത്ത് ഇതുപോലെ ഗസറ്റഡ് റാങ്കിലെ ജോലി കിട്ടിയ ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് കരതണ്ടി. ഞാൻ അവിടെ ശുശ്രൂഷക്കൊരു പള്ളിയിൽ പോയപ്പോൾ എന്നെ ഒരാൾ പ്രാർത്ഥിക്കാൻ ആ ലീഡർ ഒരു വീട്ടിൽ കൊണ്ടുപോയതാണ്. കരതണ്ടി ഇന്ന പാറപ്പള്ളിക്ക് കൊടുക്കുന്ന എന്തോ നേർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ജോലിയൊക്കെ കിട്ടി. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ഒരു വണ്ടി പാഞ്ഞ് ബസ് സ്റ്റോപ്പിലോട്ട് കയറി മിഞ്ച പഞ്ചീസായിട്ട് കിടക്കണേ. അപ്പോൾ മാറിയിട്ട് പോലും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ഭയം. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചപ്പോൾ അടുക്കളയിൽ നിന്ന് അമ്മ ഓടി വന്നിട്ട് പറഞ്ഞ് ഈ ജോലി കിട്ടിയ കരതണ്ടി പള്ളിക്ക് കൊടുക്കുക. വർഷങ്ങളായി. ഇപ്പോൾ വലിയ ഗസറ്റഡ് ഉദ്യോഗസ്ഥല്ലേ, ഇപ്പോൾ കരതണ്ടണ കാര്യം നാണക്കേടായതുകൊണ്ട് എന്തെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കുക. പിന്നെ പള്ളിക്ക് ഇപ്പോൾ നമ്മ തണ്ടി കൊടുത്തിട്ട് വേണമെന്ന്. പക്ഷേ നേർച്ച ഞാൻ മനസ്സിലാകാൻ വേണ്ടി പറയാം. മാർക്കോസ് 12:24 വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാഞ്ഞിട്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. അതുകൊണ്ട് ദൈവത്തെ കൊള്ളയടിക്കുന്നവരായിട്ട് നമ്മൾ തീരരുത്. നേർച്ച നേർന്നാൽ പ്രഭാഷകൻ 4 പറയുന്നുണ്ട്, വാക്ക് നിറവേറ്റണം. ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. ദൈവത്തോടായാലും ഈ ജോലി അങ്ങോട്ട് കിട്ടിക്കോട്ടെ, എനിക്ക് ഈ വഴി കിട്ടിക്കോട്ടെ, കുടുംബം അപ്പടിയും കൂടെ അങ്ങോട്ട് മറിച്ചു വെക്കുമെന്ന് പറയും. പ്ലീസ് കൊല്ലല്ലേ, ആരെയും കൊല്ലല്ലേ. അതുകൊണ്ട് നമ്മളാലാവുന്ന കാര്യങ്ങൾ വാക്കുകൊണ്ട് വിളമ്പാതെ മറ്റുള്ളവരെ കൊല്ലാതെ സാധിക്കുന്ന രീതിയിൽ ദൈവത്തിനും ചെയ്യണം, സഭയ്ക്കും ചെയ്യണം, കുടുംബത്തിനും ചെയ്യണം, മാതാപിതാക്കൾക്കും ചെയ്യണം. സാധിക്കുന്ന രീതിയിൽ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിറവേറ്റണം. കഷ്ടതയിലായിരുന്നപ്പോൾ എൻ്റെ നാവ് കൊണ്ട് നേർന്നതാണ് അവ. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ശുശ്രൂഷ പ്രോഗ്രാം പ്രയോജനപ്രദം എവിടെയെങ്കിലുമൊക്കെ തട്ടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കാം. ഞാൻ കൃതാർത്ഥനായി. കാരണം പലരും പറയാറുണ്ട്, ബ്രദറെ ഉപകാരപ്പെട്ടിട്ടാ മറന്നു കിടന്നേച്ചാ അല്ലെങ്കിൽ കിട്ടാതെ കിടന്ന. വിസ കിട്ടിയാൽ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു. വിസയും കിട്ടി, എല്ലാം കിട്ടി, ജോലിയും കിട്ടി, 2 പേരും പോയി. അവസാനം അടുത്ത കാര്യങ്ങൾക്ക് വേണ്ടി നോക്കി എല്ലാം പോകാവുന്ന അവസ്ഥയിലായി കിടക്കുമ്പോഴാണ്. അതുകൊണ്ട് പ്ലീസ്, ദൈവം നമ്മളിൽ നിന്ന് ആരെയൊന്നും പിടിച്ചു പറിച്ചൊന്നും എടുക്കുന്നില്ല. ഇതാ നേർന്നിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റിയേ പറ്റൂ. ഞാൻ മരിക്കാറായി കിടക്കുന്ന ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ രാത്രി 12 മണിയായി സംസാരിച്ച്. ഒന്നും സംസാരിക്കാനില്ല, ഒരു പാപമില്ല, ഒന്നും കുമ്പസാരിക്കാനില്ല എന്ന് പറഞ്ഞാൽ കൊട്ടപ്പടിയാണ്. 4 നേർച്ചക്കടങ്ങൾ വെളിപ്പെടുത്തി കിട്ടി. അപ്പോൾ പറഞ്ഞു, ഇനി ഇതെന്ത് ചെയ്യും, നാളെ കുമ്പസാരിക്കാൻ അച്ഛനെ കൊണ്ടുവരുമ്പോൾ പറയാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞ് 4 പോയി തീർത്തേ പറ്റൂ. താനിപ്പോൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആശുപത്രി കഴിയൊഴിഞ്ഞിട്ടിരിക്കണല്ലേ. എറണാകുളത്തെ 2 പ്രശസ്ത ആശുപത്രി കഴിയൊഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നിട്ടിരിക്കണേ. ഇനി വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ തീരൂല്ലേ എന്ന് പറഞ്ഞു. പിന്നെ അവസാനം അച്ഛൻ പറഞ്ഞ് 2 മക്കളെ വിട്ട് ചെയ്താൽ മതി, 2 താൻ തന്നെ പോയി ചേർന്നു. പിന്നെ 3 കൊല്ലം കൂടി മരിക്കാറായി കിടന്ന ആൾ 3 കൊല്ലം കൂടി പിന്നെയും ജീവനോടെ ഇരുന്ന് മകൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് കൊച്ചിനെ വരെയും കണ്ടെന്ന എൻ്റെ അറിവ്. പ്രൈസലോ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ, നിങ്ങൾക്കറിയുന്ന കിട്ടാത്ത അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. നേർച്ചയെന്ന് പറഞ്ഞാൽ കളിയല്ല, അത് തീക്കളിയാണ്. ദൈവത്തോടുള്ള നമ്മുടെ വാഗ്ദാനമാണ്. എവിടെയൊക്കെയോ കുടുങ്ങിക്കിടക്കുന്ന, തടസ്സപ്പെട്ട് കിടക്കുന്ന മേഖലകളിൽ ദൈവശക്തി ഇറങ്ങി വരാൻ നേർച്ച കാഴ്ചകളിലൂടെ ദൈവം സംപ്രീതനായി ആ ബന്ധനങ്ങൾ, തടസ്സങ്ങൾ എടുത്തു മാറ്റി. അത് നിസ്സാര കാര്യമല്ല. അതിനാരെങ്കിലും നിസ്സാരവൽക്കരിച്ചാൽ അവർക്കിരിക്കും ആ കാര്യം. അത്രയ്ക്ക് കുഴപ്പമുള്ള ഒരു തീക്കളിയാണത്. ആരെയും പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇതാ ബൈബിളിലല്ലാത്ത ഒരു വചനവും ഇവിടെ പറഞ്ഞിട്ടില്ല. നേർച്ച നേർന്നാൽ അത് നിറവേറ്റണം, ഇല്ലെങ്കിൽ ആ പണിക്ക് നിൽക്കരുത്. അതുകൊണ്ട് നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. നേർച്ച നേരുമ്പോൾ ഞങ്ങളൊക്കെ ചെയ്യാറുള്ള ഇതാണ്, ഡയറിയിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്താണ്
എഴുതി കാണാവുന്ന രീതിയിൽ വെക്കുക. എത്രയും പെട്ടെന്ന് ആ കാര്യം തീർക്കണം. അതുപോലെ നിങ്ങളോടും പറഞ്ഞു തരുന്ന ഇതാണ്. ഇത് കിട്ടാത്ത അറിയാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അനേകരുടെ കെട്ടുകൾ അഴിയാൻ യോഹന്നാൻ 11:44 അവൻ്റെ കെട്ടുകൾ അഴിക്കുക. ചില കടുംകെട്ടുകൾ, ചില ഊരാക്കുടുക്കുകൾ കിടപ്പുണ്ട്. ആ കെട്ടുകളൊക്കെ അഴിയാൻ അവർക്ക് സാധിക്കുമ്പോൾ അത് നമുക്ക് അനുഗ്രഹപ്രദമായി തീരും. കുടുംബത്തിനും തലമുറകൾക്കും വിടുതലായി തീരും. ഇനി കുടുംബത്തിൽ തലമുറയിലൊക്കെ നേർച്ചകൾ സ്ഥിരം നേർച്ച നിറവേറ്റാതെ കിടക്കുന്ന എന്തു ചെയ്യും? അത് ദാനധർമ്മം, വിശുദ്ധ കുർബാന, ദാനധർമ്മം, പരിഹാര, പ്രായശ്ചിത്ത പ്രവൃത്തികൾ അവയിലൂടെയൊക്കെ സാധിക്കുന്ന രീതിയിൽ നിറവേറ്റാമെന്ന് വാഗ്ദാനം ചെയ്ത് നിറവേറ്റുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക. ദശാംശങ്ങൾ, ദാനധർമ്മം, വിശുദ്ധ കുർബാന ചൊല്ലി കാഴ്ചവെക്കുകയും പങ്കെടുക്കുകയും വിശുദ്ധ കുർബാനയെ സമർപ്പിക്കുകയും അങ്ങനെയുള്ള എന്തെങ്കിലും വിശുദ്ധ കുർബാന ചൊല്ലിക്കുകയും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പരിഹാര, പ്രായശ്ചിത്ത, അപ്പോൾ വിശപ്പിൻ്റെ വിളി എന്നും പറഞ്ഞ് നമ്മുടെ ഒരു ശുശ്രൂഷ ഇതുപോലെ ചില നിയോഗങ്ങൾ വെച്ച് ചിലരൊക്കെ സഹായിക്കുമ്പോഴാണ് അങ്ങനെയൊക്കെയുള്ള കടങ്ങൾ. അപ്പോൾ അപ്പനും അമ്മയൊക്കെ നേർച്ച നേരുന്ന ഓർമ്മയില്ലായിരുന്നു, അല്ലെങ്കിൽ സ്വന്തമായ ഉത്തരവാദിത്വം അല്ലാതെ ആണെങ്കിൽ അതൊരു ഇതല്ല. എന്നാലും നമുക്കറിയാമെങ്കിൽ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി ഇപ്പോൾ ലോൺ എടുത്ത് അത് മറന്നുപോയി അല്ലെങ്കിൽ പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് തലമുറകളിലേക്ക് വരും. ആ എടുത്ത ലോൺ അടച്ചേ പറ്റും. പിന്നെ എന്തെങ്കിലും കാര്യത്തിന് ചെല്ലുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു ബാധ്യതയുണ്ടെന്ന് ചിലപ്പോൾ അറിയുന്നത്, അല്ലെങ്കിൽ നോട്ടീസ് വരുമ്പോഴായിരിക്കും. ഇതുപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള കടുംകെട്ടുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരോ ആയിട്ടുള്ള അങ്ങനെയുള്ള കെട്ടുകൾ ഉണ്ടെങ്കിൽ ആ കെട്ടുകൾ അഴിച്ചു തരണേയെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി കർത്താവേ, ഈ വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും നേർച്ചക്കടങ്ങൾ, അതുമൂലമുള്ള കുടിയിരുന്ന് പ്രവർത്തിക്കുന്ന തിന്മയുടെ ബന്ധനങ്ങൾ, തടസ്സങ്ങൾ എല്ലാം ഇങ്ങനെ അടുത്ത് വരെയും വരും. തൂക്കി പോകുന്ന അവസ്ഥ, കല്യാണം നടക്കുന്നില്ല, മംഗളകാര്യങ്ങൾ നടക്കുന്നില്ല, അല്ലെങ്കിൽ എല്ലാം വരും. ഇപ്പം മടുപ്പും വെറുപ്പുമാണ്, കേൾക്കുന്നത് തന്നെ ഇഷ്ടമല്ല. ഇനി ദൈവത്തോടും ദൈവവചനത്തോടും വരെ വിരസതയാണ്. പല കാര്യങ്ങളും ദൈവത്തോട് മാത്രമല്ല മനുഷ്യരോടും പല വാഗ്ദാനങ്ങൾ ചെയ്തു. ദൈവം വഴിയൊരുക്കി തന്ന അവസരത്തിൽ ബോധപൂർവവും അല്ലാതെയും വിസ്മരിച്ചു മറ്റു പലതിനും പ്രയോറിറ്റിയൊക്കെ കൊടുത്തു. ഇന്ന് കർത്താവെ കുടുക്ക് മുറുകിയ പോലത്തെ അവസ്ഥകൾ ഞങ്ങൾ അനുദപിക്കുന്നു, പശ്ചാത്തപിക്കുന്നു, മടങ്ങി വരുന്നു. സാധിക്കുന്ന രീതിയിൽ വിശുദ്ധ കുർബാന, ദാനധർമ്മം, നേർച്ച, ദശാംശങ്ങൾ ഇവയിലൂടെ പരിഹാരം ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. യേശുവെ വഴി കാണിച്ചു തരണമേ. അതിൻ്റെ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളുടെ കുടുംബത്തിലും തലമുറകളിലും ഇതുപോലെ വന്നുപോയ വീഴ്ചകൾക്ക് ഞങ്ങളാലാവുന്ന രീതിയിൽ പ്രാർത്ഥനകൾ, ദാനധർമ്മം, പ്രായശ്ചിത്തം, വിശുദ്ധ കുർബാന വഴി പരിഹാരം ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളുടെ കമൻസ്, ഷെയർ, സബ്സ്ക്രൈബ് ഈ ശുശ്രൂഷയിൽ വളരെ സപ്പോർട്ടാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള ഇതുപോലെയുള്ള വിഷയങ്ങൾ ഇപ്പോൾ 1900-ലധികം വീഡിയോസ് ചെറുതും വലുതുമായിട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും പരിശുദ്ധാത്മാവ് തരുന്നതനുസരിച്ച് പല വ്യത്യസ്തമായ വിഷയങ്ങളെക്കുറിച്ച് ചെറുതും വലുതുമായ വചന സന്ദേശങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് പ്രയോജനപ്പെടുന്നു. കിട്ടാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ, ഗ്രൂപ്പുകളിലൊക്കെ ഇട്ട് കൊടുത്താൽ വളരെ നല്ലൊരു പ്രേക്ഷിത വേലയായിരിക്കും, പരിഹാര ശുശ്രൂഷയായിരിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.